ഗെമറ്റോജെനസിസ്. ഗാമറ്റ്സ് ഉണ്ടാവുന്ന പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് ഗെമറ്റോജെനസിസ്. What is gametogenesis? The process by which gametes or sex cells are produced from primary sex organ. പ്രൈമറി സെക്സ് ഓർഗൻ ഏതൊക്കെയാണെന്ന് നമ്മൾ മുമ്പേ നടന്ന പല വീഡിയോകളിൽ നിന്നും പഠിച്ചു അല്ലേ? ഫീമെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ ഓവറി ആണെന്നും മെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ആണെന്നും നമുക്ക് അറിയാം. അപ്പം ഈ പ്രൈമറി സെക്സ് ഓർഗനിൽ നിന്നും സെക്സ് സെൽ അല്ലെങ്കിൽ ഗമീറ്റ്സ് ഉണ്ടാവുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗെമറ്റോജെനസിസ്. Gametogenesis can be classified into two types, spermatogenesis and oogenesis. അപ്പോൾ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ അറിയാം, spermatogenesis is a process by which sperms are produced from testes. Oogenesis is the process by which ovum or egg of female gametes are produced from the ovary. ഇന്ന് നമ്മൾ സ്പെർമാറ്റോജെനസിസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. The process of formation of sperm from testes is spermatogenesis. എവിടെയാ സ്പേം ഉണ്ടാവാറ്? നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാൻ നേരത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടെസ്റ്റസിനകത്ത് നിരവധി ട്യൂബൂൾസുകൾ കാണപ്പെടും. ആ ട്യൂബൂൾസിനെ പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബൂൾസിൻ്റെ അകത്തെ ലൈനിങ് രണ്ട് തരം സെൽസ് കൊണ്ട് ലൈൻ ചെയ്തിരിക്കുകയാണെന്നും ആ സെൽസുകൾക്ക് സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെല്ലെന്നും അല്ലെങ്കിൽ രണ്ടാമത്തെ സെല്ലിനെ സട്ടോളി സെൽ ആൻഡ് ഓർ നേഴ്സ് സെൽ എന്നും പറയുന്ന നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. But there are two kinds of cells lining the seminiferous tubule. One is the spermatogonia or sperm mother cell. ഇതിൽ നിന്നുമാണ് സ്പേം ഫോം ചെയ്യുന്നത്. രണ്ടാമത്തത് സട്ടോളി സെൽസ് ഓർ നേഴ്സ് സെൽ. ദേ നറിഷ് ദ ഡെവലപ്പിംഗ് സ്പേംസ്. അതുകൊണ്ടാണ് അതിനെ നേഴ്സ് സെൽ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ. ഇതിൻ്റെ അകത്ത് ഓരോ അറകളായിട്ട് ഉള്ള ലോബ്സുകളിൽ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസിനകത്ത് കാണപ്പെടുന്ന കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബൂൾസിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ക്രോസ് സെക്ഷൻ്റെ ഒരു സെക്ഷൻ എടുത്ത് നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ അതിൻ്റെ ലൈനിങ്, അകത്തെ ലൈനിങ്ങിൽ നമുക്ക് സ്പേം മദർ സെൽ, മാതാകോശങ്ങൾ മദർ സെല്ലും കാണാം, സട്ടോളി സെൽസും കാണാം. ഈ മദർ സെല്ലിൽ നിന്നാണ് സ്പേം രൂപപ്പെടുന്നത്. ഈ രൂപപ്പെടുന്ന സ്പേമിന് നറിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് സട്ടോളി സെല്ലിന്റെ ധർമ്മം. ഈ സ്പേം എംബെഡ് ചെയ്യും സട്ടോളി സെൽസിൽ ടു ഡിറൈവ് ഇറ്റ്സ് നറിഷ്മെന്റ്. നിങ്ങൾക്കത് കാണാൻ പറ്റും, സ്പേം എംബെഡ് ചെയ്തിരിക്കുന്നു ഇൻ ടു ദ സട്ടോളി സെൽസ്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്പേം മദർ സെൽ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയയിൽ നിന്നും എങ്ങനെയാണ് ഈ സ്പേം രൂപപ്പെട്ടത്. ഈ രൂപമുള്ള മൊട്ടൈലായ ചലനശേഷിയുള്ള ഇത്തരം സ്ട്രക്ചർ, നിങ്ങൾക്ക് പരിചയമുള്ള ഈ സ്ട്രക്ചർ പല കരിക്കുലം ടെക്സ്റ്റ് ബുക്സുകളിലും ഹെൽത്ത് മാഗസീനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഈ ഒരു സ്ട്രക്ചറുള്ള സെൽ രൂപപ്പെടുന്നത് എങ്ങനെ? പ്രൈമറി സെൽസ് അല്ലെങ്കിൽ ഈ മദർ സെൽ, സ്പേം മദർ സെൽ എന്ന് പറയുന്നത് അത് യൂഷ്വലി ഡിപ്ലോയിഡ് ആണ്. അത് പ്രോളിഫറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് മൈറ്റോട്ടിക് സെൽ ഡിവിഷനിലേക്ക് ഏർപ്പെടും. നമുക്കറിയാം സെൽ ഡിവിഷൻ ആകെ രണ്ട് തരമേ ഉള്ളൂ, ഒന്ന് മൈറ്റോസിസും മറ്റൊന്ന് മിയോസിസും. അപ്പോൾ മൈറ്റോസിസ് ആണ് റീപ്രൊഡക്റ്റീവ് അല്ലാത്ത മറ്റെല്ലാ സെല്ലുകളിലും നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. മിയോസിസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സെല്ലിൽ എക്സ്ക്ലൂസീവ്ലി ആയിട്ട് നടക്കുന്ന ഒരു സെൽ ഡിവിഷനാണ്. നമുക്കറിയാം മിയോസിസിന് രണ്ട് ഡിവിഷൻസ് ഉണ്ട്, മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം മിയോസിസ് 1ലാണ് ക്രോമോസോം നമ്പർ നേരെ പകുതിയാവുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സെല്ലിൽ, മദർ സെല്ലിലെ കണ്ടീഷൻ, ക്രോമോസോം കോൺസ്റ്റിറ്റ്യൂഷൻ ഡിപ്ലോയിഡ് ആണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന കോശങ്ങൾ ഡോട്ടർ സെൽസ് എന്ന് പറയപ്പെടും. അതിൽ
ഹപ്ലോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനായി മാറും. ദാറ്റ് മീൻസ് നേരെ ക്രോമസോം നമ്പർ പകുതിയാവും. N കോൺസ്റ്റിറ്റ്യൂഷൻ 2N പകുതി Nലേക്ക് എത്തും. അപ്പോൾ അത് മിയോസിസ് 1 നടക്കുന്നത്. അതുകൊണ്ടാണ് മിയോസിസ് 1 നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഡിവിഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ഹിയർ where the chromosome number is reduced to half. രണ്ടാമത്തെ ഡിവിഷനാണ് മിയോസിസ് 2. ഈ മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്നും പറയും. അപ്പം മിയോസിസ് 1 is റിഡക്ഷണൽ ഡിവിഷൻ, മിയോസിസ് 2 is ഇക്വേഷണൽ ഡിവിഷൻ. ക്രോമസോം നമ്പർ പകുതിയാവുന്നത് മിയോസിസ് 1, ക്രോമസോം നമ്പറിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല മിയോസിസ് 2. അതേപോലെ ക്രോമസോം നമ്പർ നിലനിൽക്കുകയാണ് ചെയ്യുന്ന മിയോസിസ് 2. ഉദാഹരണത്തിന് മനുഷ്യരുടെ ക്രോമസോം നമ്പർ എത്രയാ? 46. അപ്പോൾ മദർ സെല്ല് 46 ക്രോമസോം ആണെങ്കിൽ മിയോസിസ് 1 കഴിയുമ്പോൾ ഡോട്ടർ സെല്ല് 23 ക്രോമസോംസ് ആവും. മിയോസിസ് 2 ക്രോമസോം നമ്പറിൽ യാതൊരു മാറ്റമില്ല, 23 ആയി തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്പെർം മദർ സെൽ ഓർ സ്പെർമാറ്റോഗോണിയ ഓർ മെയിൽ ജേം സെൽ എന്ന് പറയുന്നത് ആദ്യം പ്രോളിഫറേറ്റ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും ആൻഡ് ഇൻക്രീസസ് ഇൻ നമ്പർ. അത് മൈറ്റോസിസ് വഴിയാണ് നടക്കുന്നത്. അതിൽ ചില സെൽസ്, ആ സെൽസുകൾക്ക് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇവരെല്ലാം ഏത് കണ്ടീഷനാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. 2N നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉള്ളത്. മനുഷ്യരുടെ കേസാണെങ്കിൽ 46 ക്രോമസോം അപ്പോൾ കാണും. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയപ്പെടുന്ന ചില സെല്ലുകൾ സ്പെർമാറ്റോഗോണിയെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അത് മിയോസിസ് 1 എന്ന് പറഞ്ഞ സെൽ ഡിവിഷനിലേക്ക് കയറും. അപ്പം മിയോസിസ് 1 കഴിയുമ്പോൾ ഒരു സെല്ലിൽ നിന്ന് എത്ര ഡോട്ടർ സെൽ രൂപപ്പെട്ടു? 2 ഡോട്ടർ സെൽസ് രൂപപ്പെട്ടു. പക്ഷേ അവരിലെ ക്രോമസോം നമ്പർ എത്രയാ? 46, നേരെ പകുതിയായി. അപ്പം ഇതിൽ 23 ക്രോമസോം, ഇതിലും 23 ക്രോമസോംസ്. അപ്പം ഇതിനെ നമ്മൾ ഹപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയും. അപ്പം അങ്ങനെ ഉണ്ടായ ഈ പുത്രികാകോശങ്ങൾ അല്ലെ ഡോട്ടർ സെൽസിനെ നമ്മൾ എന്ത് പേര് കൊടുക്കും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഓരോന്നും വീണ്ടും സെൽ ഡിവിഷനിലേക്ക് കയറും. ആ സെൽ ഡിവിഷനാണ് മിയോസിസ് 2. അപ്പം ഇതിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് രൂപപ്പെടും, ഇതിൽ നിന്നും 2 ഡോട്ടർ സെൽസ് രൂപപ്പെടും. അങ്ങനെ മൊത്തം എത്ര ഡോട്ടർ സെൽസ് രൂപപ്പെട്ടു? പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 4 ഡോട്ടർ സെൽസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ കംപ്ലീറ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. ഈ 4 ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് നോക്കിയാൽ ഹപ്ലോയിഡ് ആണ്. ഈ 4 23 ക്രോമസോമാണ് ഉള്ളത്. ഓരോന്നിലും 23 ക്രോമസോമാണ്. അതുകൊണ്ട് അവരെ ഹപ്ലോയിഡ് എന്ന് പറയും. ഈ സെല്ലുകൾക്ക് നമ്മളൊരു പേര് നൽകും, സ്പെർമാറ്റിഡ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ സ്പെർമാറ്റിഡിൻ്റെ ഷേപ്പും ഈ കാണുന്ന സ്പേം അല്ലെങ്കിൽ സ്പെർമാറ്റോസോയുടെ ഷേപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ടെയിലൊന്നും ഈ സെല്ലുകളിൽ കാണുന്നില്ല. ഇപ്പോൾ സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്പേമിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെർമാറ്റിഡിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും, ഒരു രൂപമാറ്റം സംഭവിക്കും ഈ ഷേപ്പിലേക്ക് വരാൻ. അതായിരിക്കും നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ച സ്പെർമാറ്റോജെനിസിസിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർം മദർ സെൽസ് അല്ലെ മെയിൽ ജേം സെൽസ്, മെയിൽ മദർ സെൽസ് എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ സ്പെർമാറ്റോഗോണിയ 2N കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് മൾട്ടിപ്ലൈസ് ഇൻ നമ്പർ ബൈ മൈറ്റോസിസ്. അതിൽ ചില സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റായി മാറും. അപ്പോഴും അവരുടെ ക്രോമസോം കോൺസ്റ്റിറ്റ്യൂഷൻ 2N കണ്ടീഷനാണ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട്സ് ഡിവൈഡിങ് into 2 by meiosis 1. ആ meiosis 1 ഏർപ്പെടുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോട്ടർ സെൽസ് ആർ കോൾഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് and the chromosome numbers are reduced to half, so it is N constitution. The secondary spermatocyte enters into meiosis 2 to produce spermatids. Each of the secondary spermatocyte നിന്നും 2 സ്പെർമാറ്റിഡ് ഉണ്ടാവും. അപ്പോൾ 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നമുക്ക് 4 സ്പെർമാറ്റിഡുകൾ രൂപപ്പെട്ടു. അപ്പം നമുക്ക് അൾട്ടിമേറ്റ്ലി വേണമെങ്കിൽ പറയാം, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും
നമുക്ക് 4 സ്പെർമാറ്റിഡ് ഹപ്ലോയിഡ് സ്പെർമാറ്റിഡ് കിട്ടി. ഇനി ഈ സ്പെർമാറ്റിഡ് ക്യാരക്ടറിസ്റ്റിക് ആയ സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയി മാറുമ്പോൾ അവരുടെ ഷേപ്പിൽ മാറ്റം വരും. There is a change or transformation in its shape. അതിന് പറയുന്ന പേരാണ് process is called spermiogenesis. Ultimately, when the sperms are formed, these sperms are released from the testis and the process is called spermiation. അപ്പോൾ നമ്മൾ 3 പുതിയ വാക്കുകൾ പഠിച്ചു. Spermatogenesis, spermiogenesis, spermiation. സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ലൈഫ് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പുരുഷന്മാരിൽ പ്യൂബർട്ടിയിൽ തുടങ്ങി ജീവിതാവസാനം വരെ സ്പെർമാറ്റോജെനസിസ് നടക്കും. എന്നാൽ സ്ത്രീകളിൽ നിങ്ങൾക്കറിയാം ഊജെനസിസ് പ്യൂബർട്ടിയിൽ തുടങ്ങുന്നെങ്കിലും മെനോപോസിലേക്ക് ഒരു ഫീമെയിൽ എത്തിക്കഴിഞ്ഞാൽ അതോടെ അവരിൽ ഊജെനസിസ് നിൽക്കും. സ്പെർമാറ്റോജെനസിന്റെ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞതുപോലെ പ്യൂബർട്ടിയിൽ തുടങ്ങുന്നു, ഓൾ ത്രൂ ഔട്ട് ലൈഫ് നടക്കുന്നു, takes place inside testes and seminiferous tubules. The seminiferous tubules are lined by 2 kinds of cells which are called spermatogonia or male germ cells and Sertoli cells or nurse cells. ഇത് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഈ സ്ലൈഡ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The spermatogonia multiply by mitosis to increase in number. The spermatogonia is diploid. The number of chromosomes is 2n is equal to 46 in case of man. നമ്മളിപ്പോൾ മനുഷ്യരുടെയാണല്ലോ പഠിക്കുന്നത്. Some of the spermatogonia, which are called primary spermatocyte, undergo meiosis periodically. മിയോസിസിന് 2 തരം ഡിവിഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. Meiosis 1, which is called reduction division, and Meiosis 2, which is equational division. The primary spermatocyte produces 2 secondary spermatocytes by meiosis 1. The secondary spermatocyte produced is now haploid. That means the number of chromosomes is n is equal to 23. Each secondary spermatocyte produces 2 more spermatid by meiosis 2. So we have 4 haploid spermatids from each primary spermatocyte. The spermatids produced undergo transformation to produce the spermatozoa or sperms. This process is called spermiogenesis. The sperm heads get embedded in the Sertoli cells or nurse cells to derive nourishment. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നേഴ്സ് സെല്ലിന്റെ ധർമ്മം എന്ന് പറയുന്നത് നറിഷ്മെന്റ് കൊടുക്കുക, പോഷകം കൊടുക്കുക എന്നുള്ളതാണ്. The sperms are ultimately released from the seminiferous tubules by a process called spermiation. ഈ വാക്കുകൾ തമ്മിൽ കൺഫ്യൂസ് ആവരുത്. Spermatogenesis is a process of formation of male gametes or sperm inside testes. Spermiogenesis is a process by which spermatids are transformed into spermatozoa or sperms. Spermiation is a process by which sperms are released from seminiferous tubules. Spermatogenesis testisൽ എവിടെയാണ് ഉണ്ടാവുന്നത്? സെമിനിഫെറസ് ട്യൂബൂൾസിനകത്ത്. സ്പെർമിയേഷൻസ് ഈ സെമിനിഫെറസ് ട്യൂബൂൾസിൽ നിന്നും സ്പേംസ് റിലീസ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ഈ 3 വാക്കുകളും അറിയാതെ കൺഫ്യൂഷനിലേക്ക് എത്തിപ്പോകും നേരെ നമ്മൾ തറമായി പഠിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഈ വാക്കുകൾ ആവർത്തിച്ച് നമ്മൾ എഴുതി പഠിക്കുക തന്നെ വേണം. ഇനി നമുക്ക് ഹോർമോണൽ ആക്ഷൻ ഓൺ സ്പെർമാറ്റോജെനസിസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ കോർഡിനേഷൻ നടത്തുന്നത് നമുക്കറിയാം 2 വഴിയിലൂടെയാണ്. ഒന്ന് നമ്മുടെ നെർവസ് സിസ്റ്റമാണ് നമ്മുടെ കോർഡിനേഷൻ നടത്തുന്നത്. അടുത്തത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോർമോണൽ ആക്ഷൻസ് വഴിയാണ് കോർഡിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹോർമോണൽ ആക്ഷനാണ്. ഇപ്പോൾ ഹോർമോണൽ ആക്ഷനിൽ ആദ്യം പ്രൈം റോൾ വഹിക്കുന്നത് ഹൈപ്പോതലാമസ്. വി നോ ഹൈപ്പോതലാമസ് ഇസ് മാസ്റ്റർ ഗ്ലാൻഡ്. പണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ ആണ് മനസ്സിലാക്കാൻ പറ്റിയത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ഓൾസോ അണ്ടർ ദ കൺട്രോൾ ഓഫ് യെറ്റ് അനദർ ഗ്ലാൻഡ് വിച്ച് ഇസ് കോൾഡ് ഹൈപ്പോതലാമസ്. അപ്പം അങ്ങനെയാണ് ഹൈപ്പോതലാമസിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്നുള്ള സ്റ്റേറ്റസ് നൽകിയത്. ഇപ്പോൾ ഹൈപ്പോതലാമസിന് റിലീസിങ് ഹോർമോണായ GnRH സെക്രീറ്റ് ചെയ്യപ്പെടും.
GnRH, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഈ ഹോർമോൺ റിലീസ് ചെയ്ത അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്ത പാടെ അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ബ്രെയിനിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ഒരു കുഞ്ഞു കടല പോലത്തെ അല്ലെങ്കിൽ ഒരു പീ സൈസുള്ള ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഒരുപാട് ഹോർമോണൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അതിൻ്റെ ആൻറ്റീരിയർ വശത്തിൽ ചെന്ന് ഇത് എഫക്റ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്ത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യും. ഈ ഗൊണാഡോട്രോപ്പിൻ 2 തരമുണ്ട്. ഒന്ന് LH, ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് ICSH, ഇൻറ്റസ്റ്റിഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മറ്റൊരു ഗൊണാഡോട്രോപ്പിനാണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ LH അല്ലെങ്കിൽ ICSH ലേഡിക് സെൽസ്, നമുക്കറിയാം ടെസ്റ്റസിൻ്റെ ഇൻറ്റസ്റ്റിഷ്യൽ സെൽസിൽ കാണപ്പെടുന്ന ഇൻറ്റസ്റ്റിഷ്യൽ സെൽസിന് പറയുന്ന പേരാണ് ലേഡിക് സെൽസ്. സെമിനിഫെറസ് ട്യൂബിൾസിന് പുറത്താണ് കാണപ്പെടുന്നത്. ഇതിലാണ് ഇവരുടെ ആക്ഷൻ. ഏതിൻ്റെ? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന LH അല്ലെങ്കിൽ ICSH എന്ന പേരുള്ള ഗൊണാഡോട്രോപ്പിൻ ആക്ട് ചെയ്യുന്നത് ലേഡിക് സെൽസുകളിലാണ്. അതിൻ്റെ അടിസ്ഥാനത്ത് ലേഡിക് സെൽസ് ആൻഡ്രോജനുകളെ സെക്രീറ്റ് ചെയ്യും. ആൻഡ്രോജൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണാണ്. ഈ ആൻഡ്രോജൻസുകളിൽ പ്രധാനമായിട്ട് അല്ലെങ്കിൽ പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റെറോൺ. അപ്പോൾ ഈ ആൻഡ്രോജൻ സിന്തസൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്താണ് സ്പെർമാറ്റോജനസിസ് അല്ലെങ്കിൽ സ്പേം ഫോർമേഷൻ സെമിനിഫെറസ് ട്യൂബുളുകളിൽ നടക്കുന്നത്. ഇനി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഗൊണാഡോട്രോപ്പിനാണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് ആക്ട് ചെയ്യുന്ന സെർട്ടോളി സെൽസുകളിലാണ്. അതിൻ്റെ അടിസ്ഥാനത്ത് സെർട്ടോളി സെൽസ് ചില ഫാക്ടേഴ്സുകളെ സിന്തസൈസ് ചെയ്യും. ഫാക്ടേഴ്സ് ആർ യൂഷ്വലി പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ. അതിനെ സിന്തസൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്ത് അവരുടെ ആക്ഷൻ മൂലമാണ് ഈ പറഞ്ഞ സ്പെർമാറ്റിഡ്സുകൾ രൂപപ്പെടുന്നത്. സ്പെർമാറ്റിഡ്സ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേംസുകൾ ട്രാൻസ്ഫോർമേഷൻ ആയി മാറുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്നത് ഈ ഫാക്ടേഴ്സ് ആണ്, വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സെർട്ടോളി സെൽസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് FSH. ഈ ഹോർമോണൽ ആക്ഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും മുകളിൽ പ്രൈം റോൾ വഹിക്കുന്ന ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് GnRH ഓർ റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. അത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എഫക്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഗൊണാഡോട്രോപ്പിനായ LH ആൻഡ് FSH പ്രൊഡ്യൂസ് ചെയ്യുന്നു. LH ലേഡിക് സെൽസിൽ ആക്ട് ചെയ്യുന്നു. ലേഡിക് സെൽസ് ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ്രോജൻസ് സ്പെർമാറ്റോജനസിസിനെ എഫക്റ്റ് ചെയ്യുന്നു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഗൊണാഡോട്രോപ്പിൻ FSH സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുന്നു. സെർട്ടോളി സെൽസ് ഫാക്ടേഴ്സിനെ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്നു, which helps in spermiogenesis, that is transformation of spermatids into spermatozoa or sperms. Hormones പറയുമ്പോൾ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ which is secreted by the hypothalamus or master gland. Gonadotropins secreted by anterior pituitary gland. There are 2 types, LH or ICSH and FSH. LH ഏതാണ്? Luteinizing hormone synthesized by anterior pituitary. അടുത്ത ICSH, interstitial cell stimulating hormone. This is also secreted by anterior pituitary. LH മറ്റൊരു പേരാണിത്. FSH is follicle stimulating hormone. Androgens are secreted by Leydig cells of the testis and its predominant hormone is testosterone. നമുക്ക് സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കാം. സ്പേമിൻ്റെ സ്ട്രക്ചറിൽ പ്രധാനമായി 3 ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. വൺ ഈസ് ദ ഹെഡ്, ദ അതർ വൺ ഈസ് ദ മിഡിൽ പീസ്, തേർഡ് വൺ ഈസ് ദ ടെയിൽ. ഇനി ഹെഡ് മിഡിൽ പീസിനിടയ്ക്ക് നമുക്കൊരു നെക്ക് എന്ന് പറഞ്ഞ റീജിയൻ കാണാൻ കഴിയും. ഈ സ്പേമിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ലോങ് ടെയിൽ ആണ് ഇതിന് മോട്ടിലിറ്റി നൽകുന്നത്. ഇനി നമുക്കിവിടെ നോക്കാം, ദ എൻറ്റയർ സ്പേം ഈസ് കവേർഡ് ബൈ മെംബ്രെയിൻ. ഈ മെംബ്രെയിന് പറയുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇതിൻ്റെ അറ്റത്ത് നമുക്കിവിടെ ഒരു ക്യാപ്പ് പോലത്തെ സ്ട്രക്ചർ കാണാൻ പറ്റും. ആൻഡ് ദിസ് ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഇസ് കോൾഡ് അക്രോസോം. ഈ അക്രോസോമിനകത്ത് എൻസൈംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഹൈലുറിനിഡേസ്. ഈ എൻസൈം എന്തിനാ സഹായിക്കുന്നത്? സ്പേം ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്താൻ നേരത്ത് ഓവത്തിന് ചുറ്റിനും ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ ഡൈജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്
ഈ അക്രോസോമിലെ എൻസൈംസ്. അങ്ങനെ ഡിസോൾവ് ചെയ്ത് ആ പോയിന്റിലൂടെയാണ് സ്പേമിൻ്റെ ന്യൂക്ലിയസ് അകത്തേക്ക് പ്രവേശിക്കുന്നതും ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും. പിന്നെ ഈ സ്പേം ഹെഡിൽ നമുക്കൊരു ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് കാണും. ഇതിനകത്താണ് ക്രോമോസോമൽ മെറ്റീരിയൽ കാണപ്പെടുന്നത്. ദെൻ ദർ ഇസ് എ ഷോർട്ട് നെക്ക്. പിന്നെ മിഡിൽ പീസിൽ നമുക്ക് നിരവധി മൈറ്റോകോൺട്രിയ കാണാൻ പറ്റും. ഈ മൈറ്റോകോൺട്രിയ സ്പൈറലി അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ ന്യൂമറസ് ഇൻ നമ്പറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ന്യൂമറസ്? മൈറ്റോകോൺട്രിയ ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് നമുക്കറിയാം അല്ലേ? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് എനർജി. എനർജിയുടെ സ്രോതസ്സാണ്. അപ്പോൾ ഈ സ്പേമിന് സ്വിം ചെയ്യണമെങ്കിൽ ധാരാളം എനർജി വേണം. ഈ എനർജി റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാനാണ് ഇവിടെ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അക്രോസോം ഓരോന്നിൻ്റെയും വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അക്രോസോം is a cap-like structure that covers the anterior portion of the sperm head. It contains enzymes like hyaluronidase that helps in dissolution of hyaluronic acid in the ovum membrane, ultimately helping the sperm to penetrate the ovum. ഇതൊക്കെ നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തു എന്ന് മാത്രം. ന്യൂക്ലിയസ് ഇറ്റ്സ് എലോങ്കേറ്റഡ് ആൻഡ് ഹപ്ലോയിഡ്. നമുക്കറിയാം ഏതൊരു ഗമീറ്റ് സെൽസും ഹപ്ലോയിഡ് ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇവിടെയും ന്യൂക്ലിയസ് ഹപ്ലോയിഡ് ആണ് വിത്ത് ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമോസോം കോൺസ്റ്റിറ്റ്യൂഷൻ. Mitochondria is numerous in number and helps in producing energy for the movement of sperm tail. ഇത് കൂടാതെ സെൻട്രിയോൾസ് ഉണ്ട്. They are 2 in number. Proximal centriole ഉണ്ട്, distal centriole ഉണ്ട്. The plasma membrane covers the entire body of the sperm. സ്പേമിന് 3 ഭാഗമാണ് മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. One is the head, the other one is the middle piece and the third one is the tail. ഇനി നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഹ്യൂമൻ മെയിൽ ഡ്യൂറിങ് കോയിറ്റസ് ഇജാക്കുലേറ്റ്സ് അബൌട്ട് 200 to 300 million sperms. For normal fertility, 60% of the sperms normal shape and sizeലായിരിക്കണം. 40% of spermsന് vigorous motility ഉണ്ടാവണം. എന്നാൽ മാത്രമേ നോർമൽ ഫെർട്ടിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. Semen is the secretion of epididymis, vas deferens, seminal vesicle, prostrate gland. ഇതെല്ലാത്തിൻ്റെ സെക്രീഷനിൽ നമ്മൾ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചിരുന്നു. അത് പഠിച്ചിരുന്നു. ഇതിൻ്റെ കൂടെ സ്പേം കൂടെ ചേരുമ്പോഴാണ് നമ്മളതിനെ സീമൻ എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സായി നമുക്ക് പിന്നീട് കാണാം. Thank you everyone.